എന്നെ കണ്ടിട്ട് മുങ്ങാൻ നിക്കണ്ട. നിങ്ങളെ കുറച്ച് അമ്മ പരാതി പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കേൾക്കാത്ത മാറ്റി നടിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ നന്നാവൂന്ന് വിചാരിച്ചിട്ട്. എന്താ ഞാൻ പറഞ്ഞേ? നിങ്ങളെ ഇന്റർനെറ്റിലുള്ള കളിയാ ഞാൻ നിർത്താൻ പറഞ്ഞത്. നിനക്കുള്ള വടിയൊക്കെ ഞാൻ കൊണ്ടുതരടാ. ഇവിടെ മാറി നിക്കടാ. നിന്റെ ഇതൊക്കെ ഞാൻ ഓഫാക്കട്ടെ. നിങ്ങളുടെ ഇന്റർനെറ്റ് കളി എന്നിട്ട് പഠിക്കുന്നുമില്ല. ഇത് ഞാൻ അവസാനായിട്ടാ പണയുന്നത്. നിങ്ങളിത് പഠിക്കാണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത് വാങ്ങിയത്. ആ അവൾക്ക് നിങ്ങൾ ഇതൊക്കെ പറയും ചെയ്യും, എന്നിട്ട് എന്റെ കാശ് വെറുതെ ചെലവാക്കും ചെയ്യും. ഉറപ്പാണേ? എന്നാ പഠിച്ചൂട്. നാളെ എക്സാം അല്ലേ, പഠിച്ചൂട്. ഞാൻ പോവാണ്. പഠിക്കടാ. ഇതിൽ എക്സാം പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണേ. എന്താണ് ഇവിടെ നിക്കുന്ന? പോയി എഴുതടാ. അല്ലെങ്കിൽ ലേറ്റ് ആയി നിൽക്കുക. എന്നിട്ട് ഇവിടെ നന്ദിയുണ്ട്. ഞാൻ ഇരിക്കട്ടെ. നിന്ന് വാചകടിക്കണ്ട, കേറി ഇരിക്കും. ടിട്ടു മിട്ടു, നിങ്ങൾ എന്തെങ്കിലും പഠിച്ചോ? ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ അച്ഛന്റെ കൈമന്ന് നന്നായി കിട്ടിയപ്പോ നമ്മൾ നന്നായി പഠിച്ചു. അതേടാ സത്യം. നമ്മള് പഠിക്കാൻ തുടങ്ങിയത് 9 മണിക്കാണെങ്കിലും നമ്മൾ ഉറങ്ങാനായത് 2 മണിക്കാ. ഏതേടാ നിന്നോടല്ല പറഞ്ഞ വാചകടിക്കാണ്ട് പോയിരുന്ന എക്സാം എഴുതാൻ നേരെ വൈകിയതും പോരെ? ഇരിക്കും മിസ്സേ. ടീച്ചറെ പേപ്പറേ. നേരെ വൈകി വന്നതും പോരാ, എഴുതി കൂടെ എല്ലാരും. എന്നാ എന്റെ പേപ്പർ ഇതാ. പേപ്പർ എന്തൊക്കെയാണ് നീ എഴുതുന്നത്? വായിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. ദൈവമേ, ഈ എക്സാം പേപ്പർ നോക്കുന്ന ആളെ ഗതികേട്. ടീച്ചർ പോയ ടീച്ചറെ. ടീച്ചറോട് പോവാനോ നീയൊക്കെ? അതല്ല ടീച്ചറെ, എനിക്ക് കോൺഫിഡൻസ് കിട്ടില്ല ടീച്ചറെ. പറയുന്നത് കേക്ക് ടീച്ചറെ. ഞാൻ പോയേക്കാം, നിങ്ങൾ എഴുതിയാ മതി. ആർക്കെങ്കിലും പേപ്പർ വേണോ? ടിട്ടു മിട്ടു. ടിട്ടു മിട്ടു, നിങ്ങളുടെ അച്ഛൻ പ്രിൻസിപ്പൾ വന്നിട്ടുണ്ടോ? ടീച്ചറെ, ക്ലാസ് ചെക്ക് ചെയ്യണം. എന്റെ മക്കൾ ഈ ക്ലാസ്സിലല്ലേ? അതെന്താ, എനിക്ക് ചെക്ക് ചെയ്താൽ? എന്താ നീ വിറ്റ് കൊടുക്കണോ? ടിട്ടു, നിന്റെ ബാഗ് നോക്കട്ടെ. ഈ കോൺഫിഡൻസ് ഒക്കെ എപ്പോഴും വേണം. നന്നായി പഠിച്ചു എഴുതിക്കോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിന്റെ വരവികും എവിടെ നിന്നൊക്കെയാണെന്ന്. മിട്ടു, സംസാരിച്ചിരിക്കല്ലേ.
എക്സാം ചെയ്ത്? നിന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ, കൈയൊക്കെ നീട്ട്. ഞാൻ പോവുകയാണ് ടീച്ചറെ. ടീച്ചറെ, പിന്നെ എന്റെ മക്കളൊന്നും നോക്കിക്കോണേ. പ്രത്യേകിച്ച് ആ ടിട്ടൂനെ ഒന്ന് നോക്കിക്കണേ. അവനെ ഭയങ്കര ബുദ്ധിശാലിയാ. എന്നാ ശരി ചിഞ്ചു ടീച്ചറെ. ദൈവമേ, ഈ ചങ്ങായി മാത്രം എന്താണ് വെറും 8 മാർക്ക്? ദൈവമേ, 100-ൽ ഇത്ര 8 മാർക്കോ? ടിട്ടും മിട്ടും ഞാൻ അതിശയിച്ചു നിൽക്കുന്നു. വേഗം പോയി ടിട്ടൂനും മിട്ടൂനും വിളിക്കാൻ പറയട്ടെ. പ്രിൻസിപ്പൽ സാർ, നിങ്ങളുടെ മക്കൾ ടിട്ടുക്കും മിട്ടുക്കും 89-ഉം 99-ഉം മാർക്കാണ്. എന്ത് ടീച്ചറെ പറയുന്നത് സത്യമാണോ? സാറേ, നമ്മുടെ ക്ലാസ്സിലെ വേറൊരു കുട്ടിയുണ്ട്, അവർക്ക് വെറും 8 മാർക്കാ. ഞാൻ എന്ത് ചെയ്യും സാറേ? പെട്ടെന്ന് അനൗൺസ്മെന്റ് റൂമിൽ പോയിട്ട് ടിട്ടൂനും മിട്ടൂനും ഓഫീസ് റൂമിലേക്ക് വിളിക്കുന്നുണ്ട് പറയൂ. തീർച്ചയായും സാറേ. ദൈവമേ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്ര മാർക്ക് കിട്ടുന്ന ഇവർക്ക്. അനൗൺസ്മെന്റ്: 7 ബിയിൽ പഠിക്കുന്ന ടിട്ടുവും മിട്ടുവും എത്രയും പെട്ടെന്ന് ഓഫീസ് റൂമിൽ എത്തേണ്ടതാണ്. ദൈവമേ, ഇവർക്ക് എങ്ങനെ ഇന്നാൾ ഇത്ര മാർക്ക്? ഞാൻ ചെക്ക് ചെയ്തതാണല്ലോ ബിറ്റൊക്കെ. വെറുതെ അല്ലല്ലോ, രാത്രി 2 മണി വരെ ഇരുന്ന് പഠിച്ചതാ. കൺഗ്രാറ്റുലേഷൻസ് ടിറ്റു മിട്ടു, നിങ്ങൾക്ക് വളരെ നല്ല മാർക്ക് നേടിയിരിക്കുന്നു. നിങ്ങൾ 7th ബിയിൽ നിങ്ങളാണ് ഫസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ് ടിറ്റു മിട്ടു, എനിക്ക് അഭിമാനമുണ്ട്. എന്നാലും എങ്ങനെ? ഞാൻ പോയി കേട്ടോ.